നമസ്കാരം. ഛത്തീസ്ഗഡിൽ നിന്ന് കന്യാസ്ത്രീമാരെ ജാമ്യം കിട്ടി പുറത്തിറക്കിയതോടുകൂടി BJPയും കോൺഗ്രസും അതിന്റെ ക്രെഡിറ്റ് ഇങ്ങനെ അടിച്ചെടുക്കാനായിട്ട് ഇന്ത്യ മഹാരാജ്യത്ത് ഇങ്ങനെ നടക്കുകയാണ്. എന്താണ് ഇവരുടെ ഉദ്ദേശം? എന്താണ് ആ നാടകത്തിന്റെ പിന്നിൽ? അനിൽ ആന്റണി എന്ന് പറയുന്ന ആള് അമിത്ഷാജിയായിട്ടും മോദിജിയായിട്ടും സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ആണ് ജാമ്യം കിട്ടിയത്. അതുകൊണ്ട് BJPക്കാണ് ഇതിന്റെ ഫുൾ ക്രെഡിറ്റ് എന്നുള്ള നിലയിലാണ് ഇപ്പോ വാർത്താ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ പ്രചരണം നടക്കുന്നത്. എന്താണ് സത്യാവസ്ഥ? ഇതാരാണ് പിടിച്ചെടുത്തത്? ഈ ബജ്രംഗ് ദൾ എന്ന് പറയുന്ന പാർട്ടി, ഈ ബജ്രംഗ് ദൾ എന്ന് പറയുന്ന സംഘടന ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ സംഘടനയാണ്? അല്ലെങ്കിൽ ഏത് രാഷ്ട്രീയ പാർട്ടിയോട് ചായ്വുള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണ്ടേ? ബജ്രംഗ് ദൾ പ്രവർത്തകർ ആ കന്യാസ്ത്രീമാരെ ആക്രമിക്കുകയും അവരുടെ കൂട്ടത്തിൽ വന്ന ആൾക്കാരെ ആക്രമിക്കുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് ഇപ്പോ. അപ്പോ അവിടെ കന്യാസ്ത്രീമാർക്കും അതുപോലെ തന്നെ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും അവിടെ രക്ഷയില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് ഇന്ത്യയുടെ പല ഭാഗത്ത് ഇതുപോലുള്ള ആക്രമണങ്ങളും മറ്റും നടന്നുകൊണ്ടിരിക്കുകയാണ്. ദളിതർക്ക് എതിരെ ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിങ്ങൾക്ക് എതിരായിട്ടും അതുപോലെ തന്നെ ക്രിസ്ത്യാനികൾക്കും എതിരായിട്ടും പിന്നോക്ക വിഭാഗത്തിലുള്ള ജനവിഭാഗങ്ങൾക്കും എതിരായിട്ടും ഒക്കെ ആക്രമണങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ഒന്ന് നിർത്താത്തത് എന്താ? ഇപ്പൊ ഇത് മാത്രം ഉദാഹരിച്ചുകൊണ്ട്, ഇത് മാത്രം ഇടപെട്ടുകൊണ്ട് BJP ഈ കന്യാസ്ത്രീമാരെ രക്ഷിച്ചുകൊണ്ട് വരിക എന്ന് പറഞ്ഞാൽ അത് മാത്രം എന്താ മലയാളികൾക്ക് വല്ല പ്രത്യേകതയുണ്ടോ? ഇപ്പോ ഇടതുപക്ഷം അതുപോലെ തന്നെ CPM സംസാരിക്കുന്നത് ഇന്ത്യയിലെ ഒരു മനുഷ്യനെതിരായിട്ടും ഇതുപോലുള്ള ആൾക്കൂട്ട ആക്രമണങ്ങൾ നടക്കാൻ പാടില്ല എന്നുള്ളതാണ്. പോലീസ് നോക്കി നിൽക്കുകയായിരുന്നു ഈ കന്യാസ്ത്രീമാരെ ആക്രമിക്കുകയും മറ്റും ചെയ്തത്. പക്ഷെ അതിനെ എതിർക്കാനോ ഒന്നും പോലീസ് പോയില്ല എന്നുള്ളത് വളരെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് ഇതിന്റെ ക്രെഡിറ്റ് അടിച്ചെടുക്കുന്നതിന് വേണ്ടി BJP കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ പിന്നോക്ക വിഭാഗങ്ങൾക്കും അതുപോലെ തന്നെ ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കും മുസ്ലിം വിഭാഗങ്ങൾക്കും എതിരെയായിട്ട് ശക്തമായ രീതിയിലുള്ള ആക്രമണങ്ങൾ നടക്കുകയാണ്. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഛത്തീസ്ഗഡിൽ ഇപ്പോൾ ഈ കന്യാസ്ത്രീമാരെ ആക്രമിച്ചിട്ടുള്ളത്. അത് ഞങ്ങൾ കൊണ്ടുവന്നതാണെന്നുള്ള നിലയിൽ ഇപ്പോ ഇവര് മലയാളികളായിട്ടുള്ള BJPക്കാർ അതിന്റെ ക്രെഡിറ്റ് അടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം മാതൃഭൂമി ചർച്ചയിൽ ഇതിനെക്കുറിച്ചുള്ള ഒരു ചർച്ച കാണുകയുണ്ടായി. ആ ചർച്ചയിൽ സഖാവ് അനിൽകുമാർ ആയിരുന്നു പങ്കെടുത്തിരുന്നത്. ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയായി CPMന്റെ പ്രതിനിധിയായിട്ട് സഖാവ് അനിൽകുമാർ ആയിരുന്നു പങ്കെടുത്തത്. മറ്റ് പാനലിസ്റ്റുകളും സന്ദീപ് ഉൾപ്പെടെയുള്ള മറ്റ് പാനലിസ്റ്റ് BJPയുടെ സന്ദീപ് അതുപോലെ തന്നെ മറ്റ് പാനലിസ്റ്റുകളും ഉണ്ടായിരുന്നു. ആ ചർച്ചയിൽ ഏകദേശം 1 മണിക്കൂറാണല്ലോ TV ചർച്ച എന്ന് പറയുന്നത്. ആ ചർച്ചയിൽ ഏകദേശം 50 മിനിറ്റോളം ബാക്കിയുള്ളവരെ കൊണ്ട് സംസാരിപ്പിക്കുകയും മറ്റ് പ്രവർത്തനങ്ങളൊക്കെ എല്ലാം ചെയ്യിപ്പിച്ചതിന് ശേഷം ഏറ്റവും അവസാനമാണ് അവതാരിക സഖാവ് അനിൽകുമാറിലേക്ക് വന്നത്. അനിൽകുമാർ പറഞ്ഞു, എനിക്കിപ്പോ സംസാരിക്കാനായിട്ട് ഒന്നുമില്ല. ഇന്ത്യയിലെമ്പാടും നടക്കുന്ന ഒരു ദളിതർക്കും ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും എതിരായിട്ട് നടക്കുന്ന ഈ ആക്രമണത്തെ അപലപിക്കുന്നു, അതുകൊണ്ട് എനിക്കൊന്നും പറയാനില്ലെന്ന് പറഞ്ഞു. പക്ഷെ അതിനിടയ്ക്ക് സന്ദീപ് വാര്യർ കയറി ഒരു കാര്യം പറയുകയുണ്ടായി. അയാൾക്ക് സംസാരിക്കാൻ താല്പര്യമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് സംസാരിപ്പിക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചു. ആ ഒരു ചോദ്യം ചോദിച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ. പിന്നെ സഖാവ് അനിൽകുമാറിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര ആൻസർ ആയിരുന്നു. അതൊന്നും നമുക്ക് കേട്ടിട്ട് വരാം. എന്തുകൊണ്ടാണ് കേരള ഘടകത്തിന് ഛത്തീസ്ഗഡ് BJP ഘടകത്തിൽ നിന്ന് വിഭിന്നമായ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നത്? എന്തുകൊണ്ടാണ് ഇപ്പോ BJP കേന്ദ്ര നേതൃത്വത്തിനടക്കം ഈ കാര്യത്തിൽ ഇടപെടേണ്ടി വന്നത്? എന്തുകൊണ്ടാണ് ഒരു വലിയ സമ്മർദ്ദം അവിടെ രൂപപ്പെടുത്താൻ കഴിഞ്ഞത് എന്നുള്ളതൊക്കെ വ്യക്തമാണ്. ഇപ്പോ തിരുവനന്തപുരം കഴിഞ്ഞ ദിവസം കേരളത്തിലാകെ എമ്പാടും ബിഷപ്പുമാരടക്കം തെരുവിലിറങ്ങി വാമൂടിക്കെട്ടി സമരം നടത്തേണ്ടി വരിക എന്ന് പറഞ്ഞാൽ അത് കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ പ്രതിഫലിക്കുന്ന രീതി വേറെയാണ് എന്ന ജാഗ്രത എന്ന മുന്നറിയിപ്പ് വളരെ ലൗഡായിരുന്നില്ലേ?
അല്ല, ഇങ്ങനെ സംസാരിക്കാൻ അധികം നേരമില്ലാത്തതുകൊണ്ട് ബാക്കിയുള്ളവർ സംസാരിച്ച് പൂർത്തിയാക്കുകയാണ് നല്ലത്. അങ്ങേക്ക് വരാൻ കഴിയാതിരുന്നതിൽ ക്ഷമ ചോദിക്കുന്നു അങ്ങയോട്. അങ്ങ് അങ്ങനെ പരിഭവിക്കരുതേ. ഞങ്ങൾ ചെയ്യാനുള്ളത് ചെയ്തിട്ടുണ്ട്, നാളെ ഞങ്ങൾ ചെയ്യാനുള്ളത് ചെയ്യുന്നതാണ്. ഞങ്ങൾ ചെയ്യുന്നതൊന്നും ആരെയും ബോധ്യപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങളെ മനസ്സിലാകുന്നവർ മനസ്സിലാക്കട്ടെ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് എന്റെ മറുപടി. ഈ സമയം കളയുന്നത് എത്ര മോശമാണ്. ഈ രണ്ടുപേരും പറയാനാണോ ഈ തിരക്കുള്ള ദിവസം അങ്ങ് 1 മണിക്കൂർ ശ്രീ സന്ദീപ് വാര്യർ, ഞാൻ സംസാരിക്കുന്ന ഒരു കാര്യമാണ്. ശ്രീ അനിൽകുമാർ, ദയവ് ചെയ്ത് എന്നെ പരിധി മനസ്സിലാക്കൂ. അങ്ങ് ക്ഷമിക്കുമോ പറയൂ. ശ്രീ അനിൽകുമാർ, അങ്ങേക്ക് സംസാരിക്കാൻ ഒരു വീരൻ ഇപ്പൊ ഇവിടുന്ന് അതെ ഒരു വീരൻ ഇപ്പൊ പറഞ്ഞു ഞങ്ങളൊക്കെ സംസാരിച്ചോളാന്ന്. ഏതാണ്ട് 10 കൊല്ലം ഈ മഹാൻ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്നതിന് നേതൃത്വം കൊടുത്ത മഹാനാണ്. 1/2 കൊല്ലമായിട്ട് അപ്പകഷ്ടം കിട്ടിയപ്പോ വാങ്ങിയിരിക്കുകയാണ്. ഈ വേട്ടക്കെല്ലാം സഹായം കൊടുത്തുകൊണ്ട് ഞാനോട് പറയാം, ആവി കളസോക്കൊണ്ട് ഈ രാജ്യത്തിന്റെ ഭരണഘടന അട്ടിമറിക്കുന്ന കുറെ ആളുകൾ, അതിൽ കുറെ ആളുകള് കോൺഗ്രസിലാണ്, കുറെ ആളുകൾ BJP-യിലാണ്. ഛത്തീസ്ഗഡിൽ 35 MLA-മാർ കോൺഗ്രസിലുണ്ട്. ഛത്തീസ്ഗഡില് ഒരു പ്രതിപക്ഷ നേതാവ് കോൺഗ്രസിലുണ്ട്. രാഹുൽ ഗാന്ധിയുടെ കൂടെ 100 MP-മാർ പാർലമെന്റിലുണ്ട്. ഒരെണ്ണം പാർലമെന്റിൽ മുന്നിൽ വന്നിട്ട് ഈ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധിച്ചോ? UDF-ന്റെ സമരം, മലയാളിയുടെ സമരം, ഇത് മലയാളികളായ 2 കന്യാസ്ത്രീകൾ ജയിലിൽ കിടന്ന വിഷയമല്ല. ഇന്ത്യൻ ഭരണഘടന അട്ടിമറിച്ചുകൊണ്ട് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്നു. 2 കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടിയതോടുകൂടി നാളെ രാവിലെ മുതൽ ഇന്ത്യൻ ഭരണഘടന തിരിച്ചു വന്നിരിക്കുന്നു. ഭരണഘടനയിലെ 25 വകുപ്പ് പ്രകാരം മതന്യൂനപക്ഷങ്ങൾക്കെല്ലാം ഈ രാജ്യത്ത് സ്വതന്ത്രമായി അവരുടെ അവകാശപ്രകാരം വിശ്വസിക്കാനും പ്രവർത്തിക്കാനും അവകാശം തിരിച്ചു വന്നിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കണോ? ഇനി നമ്മുടെ രാജ്യത്തിനകത്ത് ഒരു ഘോഷയാത്ര നടത്തുമ്പോൾ മറ്റൊരു വിഭാഗക്കാരുടെ ആരാധനാലയങ്ങൾ ഇനി പടുതിട്ട് മൂടേണ്ടതില്ല എന്നൊരു തീരുമാനം വന്നു എന്ന് ഞാൻ വിശ്വസിക്കണോ? ഈ രാജ്യത്തെ ഭരണകൂടം ഏതെങ്കിലും ഒരു കേസെടുത്തു കഴിഞ്ഞാൽ കേസെടുക്കപ്പെട്ട പ്രതിയുടെ വീട് ബുൾഡോസർ കൊണ്ട് ഇടിച്ച് നിരത്തുന്ന ഇന്ത്യയിൽ ഉണ്ടാവില്ല എന്ന് ഞാൻ വിശ്വസിക്കണോ? ആരാധനാലയത്തിന്റെ അടിയിൽ ശിവലിംഗം കൊണ്ടുവന്ന് തപ്പി നടക്കാൻ കോടതി ഉപയോഗിക്കുന്നത് നമ്മുടെ നാട്ടിൽ നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കണോ? അത് അവസാനിക്കുമെന്ന് വിശ്വസിക്കണോ? നമ്മുടെ രാജ്യത്തെ സുപ്രീം കോടതിയിലടക്കം ചില കേസുകളിൽ വിധി വരികയും ആ വിധിയിൽ സംഘപരിവാരത്തിന് അനുകൂലമായി വിധിന്യായം വന്നാൽ ആ ജഡ്ജിമാർ നമ്മുടെ രാജ്യത്തെ ഗവർണർമാരാകെ മാറാൻ പോകുന്നില്ല എന്ന് ഞാൻ വിശ്വസിക്കണോ? അതിൽ കുറെ ജഡ്ജിമാർ നമ്മുടെ രാജ്യത്തിന്റെ രാജ്യസഭയിൽ BJP-യുടെ കൂടെ പോയി ഇരിക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കണോ? അതുകൊണ്ട് 2 കന്യാസ്ത്രീകളുടെ ജാമ്യം കിട്ടിയതോടുകൂടി കുറെ ആളുകൾ തുള്ളിച്ചാടുന്നു, കുറെ ആളുകൾ മാനസാന്തരപ്പെട്ടു എന്ന് പറയുന്നു, കുറെ ആളുകൾ കേരളത്തിൽ എന്തോ സംഭവിച്ചു എന്ന് പറയുന്നു, ചന്ദ്രശേഖർക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. യഥാർത്ഥ പ്രശ്നം എന്താ? ഒരു മുതലെടുപ്പിന്റെ പ്രശ്നമില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വിദ്യ മാർക്സിസ്റ്റിനും ഇടതുപക്ഷ ജനാധിപത്യത്തിനും നമ്മുടെ കേരളത്തിൽ നിന്നും ഒരു 6 MP-മാർ ഇടതുപക്ഷത്തിന് ജോസ് കെ മാണിയും ജോൺ ബ്രിട്ടാസും അടക്കമുള്ളവർ പോയിട്ടുണ്ട്, സന്തോഷ് കുമാറും അടക്കമുള്ളവർ പോയിട്ടുണ്ട്. 6 MP-മാർ അവർ നടത്തിയ വീറുറ്റ പോരാട്ടം പോലെ എവിടെ പോയി രാഹുൽ ഗാന്ധി? ഇവിടെ കോടതിയുടെ വാദിക്കൽ ആരാണ്ട് പോയതോടുകൂടി കോടതി അങ്ങനെ വിറച്ചുപോയി. ഇതല്ലേ BJP-ക്കാർ പറയണത്? ഇന്ത്യ രാജ്യത്ത് ഒരു പ്രതിഷേധം ഉണ്ടാ? മലയാളിയുടെ പ്രശ്നം, കുറെ MP-മാർ അവിടെ പോയിട്ട് മലയാളിയുടെ പ്രശ്നം. ഞങ്ങൾ പറയുന്നത് 500-ലേറെ പീഡനങ്ങളാണ്, കടന്നാക്രമണങ്ങളാണ് ക്രൈസ്തവ സഭയിൽപ്പെട്ടവർ 1 കൊല്ലം ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നാളെ ഇതുണ്ടാവില്ല എന്ന് പറയാൻ അമിത്ഷയുണ്ടോ? നാളെ ഇതുണ്ടാവില്ല എന്ന് പറയാൻ മോദി ഉണ്ടോ? നാളെ ഇതുണ്ടാവില്ല എന്ന് പറയാൻ BJP ഉണ്ടോ? BJP കൂടെ പറയിപ്പിച്ചോ? ക്രൈസ്തവരെ സംബന്ധിച്ച് ക്രിസ്തുദേവൻ കുരിശിലേക്ക് കയറിയതാ. എന്തിനാ കുരിശിലേക്ക് കയറിയത്? എന്താ നാളെ സംഭവിക്കാൻ പോകുന്നത് അറിയാതെയാണോ കുരിശിലേക്കുള്ള യാത്ര, യേശുദേവന്റെ യാത്ര? അതുകൊണ്ട് തന്നെ ക്രൈസ്തവർ പീഡനമൊക്കെ കണ്ടവരാ. ആ പീഡനം കണ്ടവർക്ക് ഒരു ജാമ്യം, ഒരു രാജീവ് ചന്ദ്രശേഖർ ഉണ്ടാക്കി കൊടുത്തൊരു ജാമ്യം, അമിത്ഷാ ഉണ്ടാക്കി കൊടുത്തൊരു ജാമ്യം, അതിന് കൂട്ടുന്ന കുറെ പേര്. ഇതല്ല കാര്യം. നാളെ എന്താന്നുള്ള ചോദ്യം. ഒരു കൂട്ടം ഭീകരവാദികളെ, കാവ്യ ഭീകരവാദികളെ ഇന്നലെ ജയിലിൽ നിന്ന് തുറന്നു വിട്ടു. ആരാ? പ്രജ്ഞാ സിംഗ് താക്കൂർ, കേണൽ പുരോഹിതർ. എന്തിനാ? മുസ്ലിങ്ങളാണ് ഭീകരവാദികൾ എന്ന് പറയാൻ കള്ള ബോംബ് വെച്ച കേണൽ പുരോഹിതരും കുറെ ആളുകളും അവരെ തുറന്നു വിട്ടു. കന്യാസ്ത്രീകളെ ജയിലിൽ നിന്ന് മോചിപ്പിച്ചോ? കേസിൽ ഇല്ലാതെയാക്കിയോ? കള്ളക്കേസ് പിൻവലിച്ചോ? ആ ഏതെങ്കിലും തരത്തിൽ ഈ തെറ്റായ പ്രവർത്തനം നടത്തി കന്യാസ്ത്രീകളെ തടഞ്ഞു വെച്ച ബദരംഗ് ദളിന്റെ പേരിൽ ഛത്തീസ്ഗഡ് പോലീസ് കേസെടുത്തോ? ഇവിടെ പറഞ്ഞല്ലോ. അവിടുത്തെ മുഖ്യമന്ത്രി എന്ന് പറയുന്ന മാന്യൻ 2 തവണ പ്രസ്താവന ഇറക്കി ഈ കന്യാസ്ത്രീകൾക്കെതിരെ കേസിൽ ഞാൻ അംഗീകരിച്ച്. ഇതൊക്കെ ചെയ്ത BJP അല്ലേ?
ആ BJP-യെ കുറിച്ച് മിണ്ടാതെ, അവിടുത്തെ ഭരണകൂടത്തെ കുറിച്ച് മിണ്ടാതെ അമിത്ഷായായിട്ട് ചർച്ച നടത്തി ഒത്തുതീർപ്പുകാർ കുറെ UDF-കാർ. കേരളത്തിനടുത്തുള്ള ഒരൊറ്റ കോൺഗ്രസ്സുകാരനും പരാതിയില്ല. കേരളത്തിനടുത്തുള്ള ഒരൊറ്റ രാഹുൽ ഗാന്ധിയുടെ അനുയായിക്കും പരാതിയില്ല. ഇവിടുന്ന് കുറെ MLA-മാർ പോകുന്നു, ഇവിടുന്ന് കുറെ UDF MP-മാർ പോകുന്നു. ദേശീയമായ നിലപാടുണ്ടോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റും ഇടതുപക്ഷ ജനാധിപത്യത്തിനും ഇന്ത്യ രാജ്യത്തെ മനുഷ്യരോട് പറയാണ്, ദേശീയമായ ഒരു നിലപാട് വേണം. ഭരണഘടന നാളെയുണ്ടോ? ഇതാണ് ഞങ്ങളുടെ ചോദ്യം. ദേശീയമായ ഒരു നിലപാടുണ്ടോ? അതാണ് ഇവിടെ ചോദ്യത്തിന്റെ ഒരു കാതൽ. ദേശീയമായ ഒരു നിലപാടുണ്ടോ? ഇന്ത്യ എന്ന മഹാരാജ്യത്ത് ഈ ക്രിസ്ത്യൻ വിഭാഗത്തിനെതിരെയും മുസ്ലിം വിഭാഗത്തിനെതിരെയും ദളിതർക്കുമെതിരായിട്ടും നടക്കുന്ന ഈ അതിക്രമങ്ങൾക്കെതിരായി ഒരു ബദൽ രൂപപ്പെടുത്തുന്നതിൽ കോൺഗ്രസും അതുപോലെ തന്നെ ബി ജെ പിക്ക് പിന്നെ പണ്ടേ ഇല്ലെന്നറിയാം. BJP-യുടെ ഈ കേരളത്തിന്റെ ഘടകം അതിന്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ നടക്കുമ്പോൾ ചോദിക്കുന്ന ചോദ്യം ഇതാണ്: ഇന്ത്യയിലെ ഈ മതന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ട് നടക്കുന്ന അതിക്രമങ്ങളിൽ നിങ്ങൾക്ക് ദേശീയമായിട്ട് ഒരു നിലപാടുണ്ടോ എന്നുള്ള